കോഴിക്കോട് സഹോദരിമാരുടെ കൊലപാതകത്തിൽ സഹോദരനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ചേവായൂർ പോലീസാണ് പ്രമോദിനെ കണ്ടെത്താനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. പ്രമോദ് മുൻപ് ജോലി ചെയ്ത തിരൂരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. കുളത്ത് 3 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്ന 72കാരി ശ്രീജയ, 68 വയസ്സുള്ള പുഷ്പലളിത എന്നിവരെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. സഹോദരിമാരുടെ മരണശേഷം കാണാതായ 62 വയസ്സുള്ള സഹോദരൻ പ്രമോദിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഇവർക്കൊപ്പം താമസിച്ചിരുന്ന പ്രമോദിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഫറോക്കിലായിരുന്നു ലൊക്കേഷൻ. പ്രമോദ് മുമ്പ് തിരൂരിൽ ലോട്ടറി വിൽപ്പന നടത്തിയിരുന്നു. അതിനാൽ തിരൂർ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാണ്. ഇവരുടെ സഹോദരനായിട്ടുള്ള പ്രമോദിനെ കണ്ടെത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളതുണ്ടാവുമോ എന്നുള്ള കാര്യം നോക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രമോദനായിട്ടുള്ള തിരച്ചിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുള്ളതുണ്ട്. ഇരുവരും മരിച്ചത് ശ്വാസം മുട്ടിയാണെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. കഴുത്തിൽ പാടുകളുണ്ട്. ബന്ധുക്കളോടും നാട്ടുകാരോടും അടുപ്പം സൂക്ഷിക്കാതെ ജീവിച്ചിരുന്ന അവിവാഹിതരായ 3 പേർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആരോഗ്യവകുപ്പിലെ ജോലിയിൽ നിന്ന് വിരമിച്ച ശ്രീജയ കോവിഡിന് ശേഷം തളർന്ന് കിടപ്പിലായി. സഹോദരിമാരെ പരിചരിച്ചിരുന്നത് പ്രമോദായിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.